ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും ന്യൂസിലൻഡും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ചരിത്ര മുഹൂർത്തമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിൽ രണ്ടാം ഘട്ട നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിച്ചു. വോട്ടെടുപ്പ് മറ്റന്നാൾ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ DNA പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ബന്ധുക്കൾക്ക് വിട്ടുനൽകാൻ തീരുമാനം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. വിവിധ ജില്ലകളിൽ മറ്റന്നാൾ മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും ന്യൂസിലൻഡും. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, ന്യൂസിലൻഡ് വ്യാപാര മന്ത്രി ടോഡ് മക്ലെ എന്നിവരുടെ നേതൃത്വത്തിലാണ് കരാർ ഒപ്പുവച്ചത്. വിവിധ മേഖലകളിലെ ഇന്ത്യൻ കയറ്റുമതികളുടെ തീരുവ പൂർണ്ണമായും ഒഴിവാക്കാൻ സ്വതന്ത്ര വ്യാപാര കരാർ വ്യവസ്ഥ ചെയ്യുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, പരമ്പരാഗത വൈദ്യം, നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകൾക്ക് കരാർ ഗുണകരമാകും. ക്ഷീരോത്പാദനം, കൃഷി, ആഭരണ വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യൻ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത്. ഇന്ത്യയ്ക്കും ന്യൂസിലൻഡിനുമിടയിലെ സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ കരാർ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഇന്ത്യ ന്യൂസിലൻഡ് പങ്കാളിത്തത്തിലെ ചരിത്ര മുഹൂർത്തമാണിതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പരസ്പര വിശ്വാസത്തിന്റെ തെളിവാണെന്നും ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാൻ ഇത് സഹായിക്കുമെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. The free trade agreement is very comprehensive, very forward-looking. While it opens the doors for goods and services in a massive way, it also has an investment commitment which will encourage businesses to leverage the strengths and scale that India offers. As Todd said, it could open up the doors for cultural exchanges, could open the door for education. It can expand our engagement on pharmaceuticals and the medical side. സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവച്ചതിനെ പ്രശംസിച്ച വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, ഇന്ത്യൻ കയറ്റുമതികളുടെ വിപണി സാധ്യത ഇതിലൂടെ വർദ്ധിക്കുമെന്നും അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാളിൽ രണ്ടാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിച്ചു. 142 മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുക. ഇനിയുള്ള മണിക്കൂറുകളിൽ നിശബ്ദ പ്രചാരണത്തിനാകും സംസ്ഥാനം സാക്ഷ്യം വഹിക്കുക. ആവേശകരമായ കൊട്ടിക്കലാശത്തിനാണ് പശ്ചിമബംഗാൾ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പിനായി കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ നാളെ നടക്കുന്ന ഷാങ്ഹായ് പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യൻ സംഘത്തെ നയിക്കും. ഷാങ്ഹായ് സഹകരണ സംഘടനയിലെ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിരോധ മന്ത്രിമാർ പങ്കെടുക്കുന്ന യോഗം മേഖലയിലെ പ്രതിരോധം, സുരക്ഷ എന്നിവ സംബന്ധിച്ച വിഷയങ്ങളാകും ചർച്ച ചെയ്യുക. പശ്ചിമേഷ്യൻ സാഹചര്യം ഭൌമ രാഷ്ട്രീയ രംഗത്തെ പ്രക്ഷുബ്ധമാക്കിയിരിക്കുന്ന കാലയളവിലാണ് ഇക്കുറി യോഗം ചേരുന്നത്. ആഗോള സമാധാനത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത യോഗത്തിൽ ഉയർത്തിക്കാട്ടുമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ജൈവ രാസവള വിതരണം സുഗമമായി തുടരുന്നതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തെവിടെയും ഇതുവരെ വളക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര വളം വകുപ്പ് അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ അറിയിച്ചു. യൂറിയ, DAP തുടങ്ങിയവ മതിയായ തോതിൽ ഉറപ്പാക്കിയതായും അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അവർ വ്യക്തമാക്കി. For the period from 1st April to 26th April, the availability remains substantially higher than the requirement. Urea availability is 71.58 LMT against a requirement of 18.17 LMT. Similarly, DAP availability is 22.35 LMT against 5.90 LMT across the country. രാജ്യത്ത് LPG വിതരണത്തിൽ യാതൊരു പ്രതിസന്ധിയും നേരിടുന്നില്ലെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ഒമാന് സമീപം ടോഗോ പതാക വഹിച്ച കെമിക്കൽ ടാങ്കർ MT സിറോണിനെതിരെ ഇറാന്റെ ആക്രമണം ഉണ്ടായെങ്കിലും കപ്പലിലെ ഇന്ത്യൻ ജീവനക്കാർ സുരക്ഷിതരാണെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ മൺദീപ് സിംഗ് രൺധവ അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങളിൽ ഇന്നും കാര്യമായ പുരോഗതിയില്ല. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി സെന്റ് പീറ്റേഴ്സ്ബർഗിലെത്തി. അമേരിക്കയുടെ അമിതമായ നിബന്ധനകളാണ് സമാധാന ചർച്ചയെ പരാജയപ്പെടുത്തുന്നതെന്ന് അറാഖ്ചി വിമർശിച്ചു. എന്നാൽ ചർച്ചകൾക്കുള്ള മാർഗം തുറന്നു തന്നെ കിടക്കുകയാണെന്നും ഇറാൻ നേതാക്കൾക്ക് ഇതിനായി മുന്നോട്ട് വരാവുന്നതാണെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അനിശ്ചിതത്വം തുടരുന്നതിനിടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഉയരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ DNA പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കൾക്ക് വിട്ടുനൽകാൻ തീരുമാനിച്ചു. മരിച്ചവരുടെ ബന്ധുക്കളുമായി ജില്ലാ കളക്ടർ മീറ്റിംഗ് നടത്തി വിവരങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തിയ ശേഷമാണ് നടപടി. പുത്തൂർക്കര അരങ്ങത്ത് വീട്ടിൽ അഭിജിത്ത്, തൃശൂർ മനക്കൊടി കൊളാട്ട് വീട്ടിൽ വിഷ്ണു വിനോദ്, തൃശൂർ കോട്ടപ്പുറം കരുമാലി വീട്ടിൽ ഗിരീഷ്, തൃശൂർ തെക്കുംകര ദേശം ചോരത്ത് വീട്ടിൽ സുരേഷ് എന്നിവരുടെ ശരീരഭാഗങ്ങളാണ് DNA പരിശോധനയിലൂടെ കണ്ടെത്തിയത്. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ നേർക്കുനേർ നിന്ന് ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ ഈ വർഷത്തെ തൃശൂർ പൂരത്തിന് സമാപനമായി. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ഉപചാരം ചൊല്ലലിന് ശേഷമുള്ള പകൽ വെടിക്കെട്ട് ഉണ്ടായില്ല. അടുത്ത വർഷത്തെ തൃശൂർ പൂരം ഏപ്രിൽ 17-നാണ്. സംസ്ഥാനത്ത് ഉയർന്ന താപനില തുടരുകയാണ്. വിവിധ ജില്ലകളിൽ മറ്റന്നാൾ മുതൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. പാലക്കാട് ജില്ലയിൽ നാളെയും പകൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി വരെയും കോട്ടയം, പത്തനംതിട്ട, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി വരെയും ഉയരും. മറ്റെല്ലാ ജില്ലകളിലും സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന നിലയിലായിരിക്കും താപനില. മലയോര ജില്ലകളിൽ ഒഴികെ ചൂടും അതിനെ തുടർന്നുള്ള അസ്വസ്ഥതകളും ഉണ്ടാകും. അതിനിടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നാളെ ഒറ്റപ്പെട്ട നേരിയ തോതിലെ മഴ ലഭിക്കുമെന്ന പ്രവചനം അല്പം ആശ്വാസം നൽകുന്നു. ഇന്ന് വൈകിട്ടും പലയിടങ്ങളിലും നേരിയ തോതിലെ മഴ ലഭിക്കും. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ബുധനാഴ്ച ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഏപ്രിൽ 30, മെയ് 1 തീയതികളിൽ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളതിനാൽ മെയ് 1 നടക്കുന്ന മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്ര പൌർണമി ഉത്സവത്തിനെത്തുന്ന ഭക്തർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. കൂടുതലും ഉച്ചതിരിഞ്ഞാണ് മഴയും ഇടിമിന്നലും ഉണ്ടാകാൻ സാധ്യത എന്നതിനാൽ പരമാവധി ഭക്തർ ഉച്ചയ്ക്ക് മുൻപ് ക്ഷേത്രദർശനം നടത്തി തിരിച്ചു പോകേണ്ടതാണെന്നും കളക്ടർ നിർദ്ദേശിച്ചു. സിവിൽ സർവീസിൽ ഉന്നത വിജയം നേടിയ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് ആദരം നൽകി. അജയ് R. രാജ്, കാജൽ രാജു, ജസീല ജന്നത്ത്, ആതിര സുഗതൻ, മുഹമ്മദ് ഷെസിൻ എന്നിവരെയാണ് ആദരിച്ചത്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് ബാറ്റിംഗ് തകർച്ച. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായുള്ള മത്സരത്തിൽ ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി 12-ാം ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 59 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ബംഗളൂരു ഡൽഹിയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാർ സൌജന്യ ലാപ്ടോപ്പ് വിതരണത്തിനായി അപേക്ഷകൾ സ്വീകരിക്കുന്നുവെന്ന വിധത്തിൽ സമൂഹമാധ്യമത്തിൽ നടക്കുന്ന പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇതിന് പിന്നിലെന്നും ഇത്തരം സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് അയക്കുന്നത് ഒഴിവാക്കണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. 5-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് awards.gov എന്ന പോർട്ടൽ വഴി ജൂലൈ 31 വരെ അപേക്ഷിക്കാം. ഇടുക്കി ഇടമലക്കുടിയിലെ റേഷൻ തട്ടിപ്പിൽ ദേവികുളം ഗിരിജൻ സർവീസ് സൊസൈറ്റിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട്. ആവശ്യമെങ്കിൽ ഭരണസമിതി പിരിച്ചുവിടും. 65,000 കിലോ റേഷൻ അരി കാണാതായ സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. പത്തനംതിട്ടയിൽ വിദ്യാർത്ഥിനിക്ക് സൂര്യാഘാതമേറ്റു. കല്ലറക്കടവ് സ്വദേശിനി അമല പ്രേമിനാണ് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കവെ സൂര്യാഘാതത്താൽ ഇടത് കൈക്ക് പൊള്ളലേറ്റത്. വിദ്യാർത്ഥിനിക്ക് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമായി. ഷിംലയിലെത്തിയ രാഷ്ട്രപതിയെ ഗവർണറും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ സ്വീകരിച്ചു. നാളെ ഷിംലയിലെ ലോക് ഭവനിൽ ഗവർണർ ഒരുക്കുന്ന പ്രത്യേക വിരുന്നിൽ ശ്രീമതി മുർമു പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും ന്യൂസിലൻഡും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ചരിത്ര മുഹൂർത്തമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിൽ 2ാം ഘട്ട നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിച്ചു. വോട്ടെടുപ്പ് മറ്റന്നാൾ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ DNA പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ബന്ധുക്കൾക്ക് വിട്ടുനൽകാൻ തീരുമാനം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. വിവിധ ജില്ലകളിൽ മറ്റന്നാൾ മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.